ദൂരെയുള്ള വീട്ടിൽ മരണം വാതിൽ തട്ടുന്ന ഒരു നിശബ്ദം. ജ്വരത്തിൻ്റെ തീയിൽ ശ്വാസം കത്തിക്കിടന്നൊരു ബാലൻ. അവിടെ നിന്ന് അധികാരത്തിൻ്റെ വസ്ത്രം ധരിച്ചവൻ, രാജമുദ്ര ചാർത്തിയ ഉദ്യോഗസ്ഥൻ, ഗലീലായുടെ പൊടിവഴികളിലൂടെ ഒരു സാധാരണ മനുഷ്യനെ പോലെ ഒരു പിതാവിൻ്റെ വിങ്ങുന്ന ഹൃദയവുമായി നടക്കുകയാണ്. അവൻ ചെന്നെത്തുന്നത് ഈ ലോകത്തിൻ്റെ അല്ല, സർവ്വലോകത്തിൻ്റെയും അധികാരിയായ ക്രിസ്തു എന്ന സാന്നിധ്യത്തിലേക്കാണ്. വരണമേ എന്ന അപേക്ഷയുടെ വിങ്ങൽ ആ രക്ഷകൻ്റെ കാൽച്ചുവട്ടിൽ വീഴുമ്പോൾ കർത്താവ് അവൻ്റെ മുന്നിൽ വയ്ക്കുന്നത് കാൽവയ്പ്പുകളല്ല, ഒരൊറ്റ വാക്ക് മാത്രം: നിന്റെ മകൻ ജീവിച്ചിരിക്കുന്നു. ഇതാ അധികാരത്തിൻ്റെ വസ്ത്രം ധരിച്ചവൻ വിശ്വാസത്തിൻ്റെ വസ്ത്രം കൂടി അണിയുകയാണ്. കണ്ണുകളിൽ തെളിവൊന്നുമില്ലാതെ ഹൃദയത്തിൽ ആ ഒരൊറ്റ വാക്കിൻ്റെ പ്രകാശത്തെ മാത്രം ചേർത്ത് പിടിച്ച് അവൻ സ്വന്തം ഭവനത്തിലേക്ക് മടങ്ങുകയാണ്. ആ മടക്ക യാത്രയുടെ മധ്യേ ഇതാ സന്തോഷത്തിൻ്റെ വാർത്ത ഓടിയെത്തുന്നു. അവൻ്റെ വിശ്വാസത്തിന് മുന്നിൽ ഇതാ ജ്വരം കീഴടങ്ങിയിരിക്കുന്നു. അവിടെ സുഖപ്പെട്ടത് ഒരു മകൻ മാത്രമല്ല, ഒരു പിതാവിൻ്റെ ഉള്ളം കൂടിയാണ്. സാന്നിധ്യം കാണാതെ വാക്ക് വിശ്വസിച്ച് നടന്നതായ നടപ്പ്, അതാണ് വിശ്വാസത്തിൻ്റെ അത്ഭുതം. ഈ തപസ്സിൻ്റെ യാത്രയിൽ നമുക്കും ആ വിശ്വാസത്തിൻ്റെ വസ്ത്രത്തെ അണിഞ്ഞുകൊണ്ട് യാത്രയാകാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.